ഹലോ, ടി ലാബിൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് MSc മാത്തമാറ്റിക്സിലെ നമ്പർ തിയറി എന്ന് പറയുന്ന പേപ്പറാണ് എടുക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ഇതിനകത്ത് സ്റ്റേറ്റ്മെൻറ്റ് വരുന്നത് മൊബിയസ് ഫംഗ്ഷനാണ്. പക്ഷേ മൊബിയസ് ഫംഗ്ഷൻ പറയുന്നതിന് മുമ്പ് നമ്മൾ ചെറിയ ക്ലാസ്സിൽ പഠിച്ചൊരു സംഭവം ഒന്ന് ഓർമ്മയിലേക്ക് കൊണ്ടുവരേണ്ട ആവശ്യമുണ്ട്. അത് വേറെ ഒന്നുമല്ല, നമ്മുടെ ഫണ്ടമെൻ്റൽ തിയറം ഓഫ് അരിത്തമെറ്റിക് ആണ്. ഈ ഫണ്ടമെൻ്റൽ തിയറം ഓഫ് അരിത്തമെറ്റിക് പറയുന്നത് ഫോർ എവരി n ഗ്രേറ്റർ ദാൻ 1 അതിന് നമുക്ക് ഒരു പ്രൈം നമ്പേഴ്സിൻ്റെ പവേഴ്സിൻ്റെ പ്രൊഡക്റ്റായിട്ട് എഴുതാൻ പറ്റും. അതായത് എന്നിനെ നമുക്ക് P1 റേസ് ടു A1 ഇൻറ്റു P2 റേസ് ടു A2 ഇൻറ്റു എക്സെട്ര PK റേസ് ടു AK എന്ന് പറയുന്ന രീതിയിൽ നമുക്ക് റെപ്രസെൻ്റ് ചെയ്യാൻ പറ്റും. നമുക്ക് വേണമെങ്കിൽ ഒരു എക്സാമ്പിൾ നോക്കാം. ഇപ്പം 6 എടുക്കുകയാണെങ്കിൽ 6ന് നമുക്ക് 2 റേസ് ടു 1 ഇൻറ്റു 3 റേസ് ടു 1 എന്ന് പറഞ്ഞ രീതിയിൽ എഴുതാം. ഇപ്പം 4 എടുക്കുകയാണെങ്കിൽ 4ന് നമുക്ക് 2 സ്ക്വയർ എന്ന് പറയുന്ന രീതിയിൽ എഴുതാം, അല്ലേ? അതുപോലെ ഇപ്പം 10 എടുക്കുകയാണെങ്കിൽ 10ന് നമുക്ക് 2 റേസ് ടു 1 ഇൻറ്റു 5 റേസ് ടു 1 എന്ന് പറയുന്ന രീതിയിൽ എഴുതാം. ഇപ്പോൾ ഒരു പ്രൈം നമ്പർ ആയിട്ടുള്ള ഒരു നമ്പർ ഇപ്പോൾ 19 എടുക്കുകയാണെങ്കിൽ 19ന് നമുക്ക് 19 റേസ് ടു 1 എന്ന് എഴുതാം. കാരണം 19 തന്നെ ഒരു പ്രൈം നമ്പറാണ്. അപ്പം ഏത് നമ്പർ n ഗ്രേറ്റർ ദാൻ 1 എടുത്താലും നമുക്കതിനെ ഈ പറഞ്ഞ പോലെ P1 റേസ് ടു A1 ഇൻറ്റു P2 റേസ് ടു A2 ഇൻറ്റു എക്സെട്ര PK റേസ് ടു AK എന്ന് പറയുന്ന രീതിയിൽ റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റും. വെയർ P1ഉം P2ഉം P3ഉം P4ഉം എല്ലാം പ്രൈം നമ്പേഴ്സ് ആയിരിക്കും. ഇതാണ് നമ്മുടെ ഫണ്ടമെൻ്റൽ തിയറം ഓഫ് അരിത്തമെറ്റിക് പറയുന്നത്. അപ്പോൾ നമുക്കിനി നേരെ നെക്സ്റ്റ് സ്റ്റേറ്റ്മെൻറ്റിലോട്ട് പോകാം. അത് നമ്മുടെ മൊബിയസ് ഫംഗ്ഷനാണ്. ഈ മൊബിയസ് ഫംഗ്ഷനെ നമ്മൾ റെപ്രസെൻ്റ് ചെയ്യുന്ന ഒരു സിമ്പലുണ്ട്. അത് μ(n) എന്ന് പറയുന്ന സിമ്പൽ വെച്ചിട്ടാണ് ഈ പറയുന്ന ഫംഗ്ഷനെ നമ്മൾ റെപ്രസെൻ്റ് ചെയ്യുന്നത്. ഇനി എൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് പറയുന്നത് ഇത് ഓൾറെഡി ഡിഫൈൻ ചെയ്ത് വെച്ചിരിക്കുന്നത് ഈ രീതിയിലാണ്. μ(1) എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് 1 ആയിരിക്കും. ഇത് നമ്മൾ ഓൾറെഡി ഡിഫൈൻ ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. μ(1) എന്ന് പറയുന്നത് 1 ആയിരിക്കും എന്ന്. അപ്പോൾ μ(n)നെ നമ്മൾ ഡിഫൈൻ ചെയ്ത് വെച്ചിരിക്കുന്നത് ഇവിടെ n എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ 1 ആയിരിക്കും. -1 റേസ് ടു k if A1 ഈക്വൽ ടു A2 ഈക്വൽ ടു A3 ഈക്വൽ ടു 1 ആൻഡ് ഈക്വൽ ടു 0 അതർവൈസ്. അപ്പം ഈ രീതിയിലാണ് നമ്മൾ μ(n) എന്ന് പറയുന്ന ഫംഗ്ഷനെ ഡിഫൈൻ ചെയ്ത് വെച്ചിരിക്കുന്നത്. μ(n) എന്ന് പറയുന്നത് -1 റേസ് ടു k ആണ്. ഇഫ് എപ്പോഴും A1ഉം A2ഉം A3ഉം എല്ലാം 1 വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ A1 A2 A3 എവിടെ നിന്ന് കിട്ടി? നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. ഈ ഫണ്ടമെൻ്റൽ തിയറം ഓഫ് അരിത്തമെറ്റിക് വെച്ചിട്ട് ഏത് n ഗ്രേറ്റർ ദാൻ 1 ആയിട്ടുള്ള ഒരു നമ്പർ എടുത്താലും അതിനെ P1 റേസ് ടു A1 ഇൻറ്റു P2 റേസ് ടു A2 ഇൻറ്റു എക്സെട്ര PK റേസ് ടു AK എന്ന് പറയുന്ന രീതിയിൽ റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ അങ്ങനെ റെപ്രസെൻറ്റ് ചെയ്ത് കഴിയുമ്പോൾ ഈ പ്രൈം നമ്പേഴ്സിൻ്റെ എല്ലാം പവേഴ്സ് 1 ആണെങ്കിൽ എല്ലാത്തിൻ്റെയും വേട്ടോ, ഒരെണ്ണത്തിൻ്റെ 1 ആയി പോരാം. അല്ലെങ്കിൽ ഇപ്പോൾ 10 പ്രൈം നമ്പേഴ്സിൻ്റെ പ്രൊഡക്റ്റായിട്ടാണ് എഴുതിയേക്കുന്നതെങ്കിൽ അതിൻ്റെ 9 എണ്ണത്തിൻ്റെ 1 ആയി പോരാ, എല്ലാത്തിൻ്റെയും 1 വരണം. എല്ലാ പ്രൈം നമ്പേഴ്സിൻ്റെയും ഈ പറഞ്ഞ പവേഴ്സ് 1 ആയിരിക്കണം. അപ്പോൾ അങ്ങനെയാണെങ്കിൽ അതിൻ്റെ ഫൈനൽ റിസൾട്ട് എന്ന് പറയുന്നത് -1 റേസ് ടു k ആണ്. അതായത് എത്ര പ്രൈം നമ്പേഴ്സ് നമ്മളിവിടെ യൂസ് ചെയ്തിട്ടുണ്ടോ ആ എണ്ണമാണ് k ആയിട്ട് വരുന്നത്. -1 റേസ് ടു k ആണ്. ഇപ്പോൾ ഇങ്ങനെയൊന്നുമല്ല വരുന്നത്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ 4 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ 2 സ്ക്വയർ എന്നാണ് വരുന്നത്. അവിടെ നോക്കി ഇതിൻ്റെ പവറായിട്ട് വന്നിരിക്കുന്നത് പ്രൈം നമ്പേഴ്സിൻ്റെ പവറായിട്ട് വന്നിരിക്കുന്നത് 1 അല്ല. അപ്പോൾ അങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ അത് 0 ആയിരിക്കും വരുന്നത്. ഇപ്പോൾ വേറൊരു എക്സാമ്പിൾ എടുക്കുകയാണെങ്കിൽ ഇപ്പോൾ 24 എടുക്കുകയാണെങ്കിൽ, അതായത് 24ന് നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? 4 ഇൻറ്റു 2 ക്യൂബ് ഇൻറ്റു 2 ക്യൂബ് 8 ഓക്കെ, ഈ രീതിയിലാണ് വരുന്നത്. അപ്പോൾ ഇവിടെ ഒരെണ്ണം 1 ആണ്, പക്ഷെ അത് പറഞ്ഞിട്ട് കാര്യമില്ല. ഇവിടെ 2ൻ്റെ ഇവിടെ 3 ആണ് വന്നിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇതിൻ്റെ μ(24) എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 0 ആയിരിക്കും വരുള്ളൂ. അപ്പോൾ ഇതാണ് നമ്മുടെ മൊബിയസ് ഫംഗ്ഷൻ പറയുന്നത്. ഒന്നുകൂടി പറയാം. മൊബിയസ് ഫംഗ്ഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ μ(1) എന്ന് പറയുന്നത് 1 ആണ്. μ(n) എന്ന് പറയുന്നത് അത് വേറെ n ഗ്രേറ്റർ ദാൻ 1 ആണെങ്കിൽ അത് -1 റേസ് ടു k ആയിരിക്കും. ഇഫ് A1 ഈക്വൽ ടു A2 ഈക്വൽ ടു എക്സെട്ര AK ഈസ് ഈക്വൽ ടു 1 ആൻഡ് ഈക്വൽ ടു 0 അതർവൈസ്. അപ്പോൾ ഇനി നമുക്ക് നേരെ ഒരു തിയറത്തിലോട്ട് പോകാം. ഇതൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു തിയറമാണ്. അപ്പോൾ നമുക്ക് തിയറം 1 ഇത് ഡീറ്റെയിൽഡ് ആയിട്ട് അല്ലെങ്കിൽ നല്ല രീതിയിൽ പഠിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ പറയുന്ന മൊഡ്യൂൾ എളുപ്പമാണ്. അപ്പോൾ അത് നല്ല രീതിയിൽ നോക്കും.
ഇഫ് എൻ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1, എന്നിൻ്റെ വാല്യൂ 1ൽ മേളിലാണെങ്കിൽ 1ഓ അതിന് മേളിലോ ആണെങ്കിൽ തിയറം പറയുന്നത് സിഗ്മ ഡി ഡിവൈഡ്സ് എൻ മ്യൂ ഓഫ് ഡി എന്ന് പറയുന്നത് ഗ്രേറ്റസ്റ്റ് ഇൻറ്റിജർ 1/n ആണ്. ഇതിന് നമ്മൾ ഒന്നോടെ ഇത് ഡിഫൈൻ ചെയ്യുവാണെങ്കിൽ ഈക്വൽ ടു 1 ആയിരിക്കും ഇഫ് n ഈക്വൽ ടു 1, ഈക്വൽ ടു 0 ഇഫ് n ഗ്രേറ്റർ ദാൻ 1. അപ്പോൾ ഇതാണ് നമ്മുടെ തിയറം 1 പറയുന്നത്. അപ്പോൾ ഈ തിയറം 1 നമ്മൾ പ്രൂവ് ചെയ്യുന്നത് 2 കേസാക്കി എടുത്തിട്ടാണ്. കേസ് 1 ഇതിൻ്റെ പ്രൂഫാണ് പറയുന്നത്. പ്രൂഫ് ഓക്കെ. കേസ് 1 എന്ന് പറയുന്നത് നമുക്ക് n ഈക്വൽ ടു 1 എന്ന് പറയുന്ന കേസിൽ ഈ പറയുന്ന തിയറം ട്രൂ ആണോ എന്ന് നോക്കുക. അത് കഴിഞ്ഞിട്ട് അത് ട്രൂ ആണെന്ന് കാണിക്കും. കാണിച്ചതിന് ശേഷം n ഗ്രേറ്റർ ദാൻ 1ന് ഇത് ട്രൂ ആണെന്നും കാണിക്കും. അപ്പോൾ നമുക്ക് ആദ്യം നോക്കാം n ഈക്വൽ ടു 1ന് ഈ പറയുന്ന തിയറത്തിൻ്റെ LHSഉം RHSഉം ഈക്വൽ ആണോ എന്ന്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇതിൻ്റെ LHS എടുക്കുവാണ്. LHS എന്ന് പറയുന്നത് ഇവിടെ സിഗ്മ ഡി ഡിവൈഡ്സ് n മ്യൂ ഓഫ് ഡി എന്നാണ് പറയുന്നത്. പക്ഷേ ഇവിടെ n ഈക്വൽ ടു 1 ആണ്. n ഈക്വൽ ടു 1 ആയതുകൊണ്ട് നമുക്കിവിടെ n-ന് 1 കൊടുക്കാം. സിഗ്മ ഡി ഡിവൈഡ്സ് 1 മ്യൂ ഓഫ് ഡി എന്ന് വരും. ഓക്കെ, ഇപ്പോൾ സിഗ്മ ഡി ഡിവൈഡ്സ് 1 മ്യൂ ഓഫ് ഡി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തായിരിക്കും? ഡി ഡിവൈഡ്സ് 1 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ? 1നെ ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന നമ്പേഴ്സ് ഏതൊക്കെയുണ്ട്? 1നെ ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന നമ്പേഴ്സ് ഏതൊക്കെയുണ്ട്? 1നെ ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന നമ്പേഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് 1 മാത്രമേ ഉള്ളൂ. അതായത് നമുക്ക് ഇതിൽ നിന്ന് കിട്ടും ഡി എന്ന് പറയുന്നത് 1 ആയിരിക്കും. അതായത് ഇത് മ്യൂ ഓഫ് 1 എന്നാണ് വരുന്നത്. മ്യൂ ഓഫ് 1 നമ്മൾ ഇതിൻ്റെ സ്റ്റേറ്റ്മെൻറ്റിൽ നമ്മൾ ഓൾറെഡി പറഞ്ഞേക്കുന്നതാണ്. മ്യൂ ഓഫ് 1 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 1 ആണെന്ന്. ഇനി ഇതിൻ്റെ RHS എന്ന് എടുത്ത് നോക്കാം. RHS പറയുന്നത് ഈക്വൽ ടു ഗ്രേറ്റസ്റ്റ് ഇൻറ്റിജർ 1/n എന്നാണ്. പക്ഷേ ഇവിടെയും n ഈക്വൽ ടു 1 ആയതുകൊണ്ട് നമുക്കിത് ഗ്രേറ്റസ്റ്റ് ഇൻറ്റിജർ 1/1 എന്നാണ് വരുന്നത്. അതായത് ഗ്രേറ്റസ്റ്റ് ഇൻറ്റിജർ 1 എന്നാണ് വരുന്നത്. ഗ്രേറ്റസ്റ്റ് ഇൻറ്റിജർ 1 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് 1 തന്നെയല്ലേ? അപ്പോൾ ഇവിടെ LHS ഈക്വൽ ടു RHS ആയി. അപ്പോൾ അത് ഓൾറെഡി പ്രൂവ് ആയി. അപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്നത് അതാണ് ഈക്വൽ ടു 1 ഇഫ് n ഈക്വൽ ടു 1. അപ്പോൾ അത് നമ്മൾ ഓൾറെഡി പ്രൂവ് ചെയ്ത് കഴിഞ്ഞു. ഇനി കേസ് 2 നോക്കാം. കേസ് 2 പറയുന്നത് ഇഫ് n ഗ്രേറ്റർ ദാൻ 1 ആണെങ്കിൽ ഇതിൻ്റെ LHS എന്താ പറയുന്നത് നോക്കാം. LHS പറയുന്നത് സിഗ്മ ഡി ഡിവൈഡ്സ് n മ്യൂ ഓഫ് ഡി എന്നാണ്. ഓക്കെ, അപ്പോൾ അതെന്തായിരിക്കും വരുന്നത്? നമുക്കറിയാം ഈ ഫണ്ടമെൻ്റൽ തിയറം ഓഫ് അരിത്തമെറ്റിക് പ്രകാരം ഏത് നമ്പർ n ഗ്രേറ്റർ ദാൻ 1 എടുത്താലും അതിന് നമുക്ക് p1 റേസ് ടു a1 ഇൻറ്റു p2 റേസ് ടു a2 ഇൻറ്റു എക്സെട്ര pk റേസ് ടു ak എന്ന് പറയുന്ന രീതിയിൽ റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റും. ഇതായിരുന്നു നമ്മുടെ ഫണ്ടമെൻ്റൽ തിയറം ഓഫ് അരിത്തമെറ്റിക് പറയുന്നത്. അതായത് ഇപ്പം n-നെ നമ്മൾ ഈ രീതിയിൽ റെപ്രസെൻറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കൊരു കാര്യം മനസ്സിലാവും. ഈ p1ഉം p2ഉം p3ഉം p4ഉം pkയും എല്ലാം ഈ പറയുന്ന n എന്ന് പറയുന്ന നമ്പറിൻ്റെ ഫാക്ടേഴ്സ് ആയിരിക്കും അല്ലേ? p1ഉം p2 മാത്രമല്ല കേട്ടോ, അതിൻ്റെ സ്റ്റാർട്ടിങ് മാത്രം പറഞ്ഞു എന്നേ ഉള്ളൂ. p1ഉം p2 p3 pkയും എല്ലാം അതിൻ്റെ ഫാക്ടേഴ്സ് ആയിരിക്കും. അതുപോലെ തന്നെ p1 ഇൻറ്റു p2 അതിൻ്റെ ഫാക്ടർ ആയിരിക്കും. അതുപോലെ p1 ഇൻറ്റു p3 ഈ n-ൻ്റെ ഫാക്ടർ ആയിരിക്കും. അതുപോലെ p1 ഇൻറ്റു p4 ഈ n-ൻ്റെ ഫാക്ടർ ആയിരിക്കും. അല്ലെങ്കിൽ p1 സ്ക്വയർ ഈ n-ൻ്റെ ഫാക്ടർ ആയിരിക്കും. അതിപ്പം a1-ൻ്റെ വാല്യൂ ഇപ്പം 2-ന് മേളിലാണെങ്കിൽ കേട്ടോ, ഈ a1 എന്ന് പറയുന്നത് ഇപ്പോൾ ഒരു 2 ആണെങ്കിൽ നമുക്ക് p1 സ്ക്വയർ ഇതിൻ്റെ ഫാക്ടർ എന്ന് പറയാം. ഇപ്പം a1 2 ആണെങ്കിൽ നമുക്ക് p1 ക്യൂബ് ഇതിൻ്റെ ഫാക്ടർ എന്ന് പറയാൻ പറ്റില്ല. അപ്പോൾ അത് ഓർമ്മയുണ്ടാവണം. അപ്പോൾ ഈ പറയുന്ന എല്ലാം ഇതിൻ്റെ ഫാക്ടേഴ്സാണ്. അപ്പോൾ ഇതിൻ്റെ ഫാക്ടേഴ്സിൽ കൂടി നമ്മൾ ഇതിൻ്റെ സം എടുക്കണം. അപ്പോൾ ഇവിടെ ഫസ്റ്റ് ഫാക്ടർ n-ൻ്റെ ഫസ്റ്റ് ഫാക്ടർ എന്ന് പറയുന്നത് 1 അല്ലേ? കാരണം 1 കൊണ്ട് നമുക്ക് എല്ലാ നമ്പറിനെയും ഡിവൈഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്ക് ഇതൊന്ന് എക്സ്പാൻഡ് ചെയ്ത് നോക്കാം. ഈ സിഗ്മ ഡി ഡിവൈഡ്സ് n മ്യൂ ഓഫ് ഡി എന്ന് പറയുന്നത്. അപ്പം ഫസ്റ്റ് വൺ വരുന്നത് 1 ആണ്. പ്ലസ് പിന്നെ ഇതിൻ്റെ ഫാക്ടേഴ്സായിട്ട് വരുന്നത് മ്യൂ ഓഫ് p1 ഇതിൻ്റെ ഒരു ഫാക്ടറാണ്. പിന്നെ p2 ഇതിൻ്റെ ഒരു ഫാക്ടറാണ്. എല്ലാം എഴുതുന്നില്ല. പ്ലസ് എക്സെട്ര മ്യൂ ഓഫ് pk ഇതിൻ്റെ ഒരു ഫാക്ടറാണ്. ഇത് മാത്രമുള്ളോ?
ഞാൻ ആദ്യം പറഞ്ഞതുപോലെ മ്യൂ ഓഫ് P1 ഇൻറ്റു P2, അതായത് രണ്ട് ഇതിൻ്റെ പ്രൊഡക്റ്റായിട്ട് വരുന്നത്, പ്ലസ് മ്യൂ ഓഫ് P1 ഇൻറ്റു P3. ഇതിൻ്റെ എല്ലാം പവേഴ്സ് 1 ആട്ടോ, അതുകൊണ്ടാണ് പറഞ്ഞിരിക്കുന്നത്. പ്ലസ് മ്യൂ ഓഫ് P1 ഇൻറ്റു PK. ഇത്രയുമല്ല വരുന്നത്. പിന്നെ നമുക്ക് മ്യൂ ഓഫ് P2 ഇൻറ്റു P3, ആ കോമ്പിനേഷൻസ് എല്ലാം എടുക്കാൻ പറ്റും. ഇനി നമുക്ക് 3 ടേംസ് വരുന്നതിൻ്റെ ഇതും എടുക്കാൻ പറ്റും. 3 ടേംസ് മാത്രമല്ല, 4, 5, 6 ഒക്കെ എടുക്കാൻ പറ്റും. അപ്പം മ്യൂ ഓഫ് P1 ഇൻറ്റു P2 ഇൻറ്റു P3 പ്ലസ് പിന്നെ P1, P2, P4 അങ്ങനെ എല്ലാം എടുക്കാൻ പറ്റും. അങ്ങനെ പോയി എവിടം വരെ എടുക്കാൻ പറ്റും? P1 ഇൻറ്റു P2 ഇൻറ്റു എക്സെട്ര PK. ഇത്രയും മാത്രമല്ല എടുക്കാൻ പറ്റുന്നത്. മ്യൂ ഓഫ് P1 സ്ക്വയർ പറ്റൂല എടുക്കാൻ. അത് A1-ൻ്റെ വാല്യൂവിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും, അതങ്ങനെ പോവും. അതുപോലെ P2 സ്ക്വയർ, P3 സ്ക്വയർ, P1 ക്യൂബ്, അതെല്ലാം പറ്റും എടുക്കാൻ. ഓക്കെ. പക്ഷേ അതിനകത്തൊരു കാര്യമുണ്ട്. ഈ മ്യൂ ഓഫ് P1 സ്ക്വയർ ഒക്കെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് 0 ആയിപ്പോവും. കാരണം അവിടെ അതിൻ്റെ പവർ, ഈ പ്രൈം നമ്പേഴ്സിൻ്റെ പവർ 1 അല്ല. 1 അല്ലെങ്കിൽ നമ്മൾ ഈ ഫംഗ്ഷൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് പ്രകാരം അതിൻ്റെ വാല്യൂ 0 ആയിരിക്കും. അപ്പോൾ അതുകൊണ്ട് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് കഴിഞ്ഞിട്ട് വരുന്ന ടേംസ് ഒന്നും നമുക്ക് നോക്കേണ്ട ആവശ്യമില്ല, അത് ഓട്ടോമാറ്റിക്കലി 0 ആയി പോകും. ഇപ്പോൾ ഈ ബാലൻസ് ഉള്ള ടേം മാത്രം ഒന്ന് ആഡ് ചെയ്ത് നോക്കിയാൽ മതി. മ്യൂ ഓഫ് 1 നമ്മൾ ഓൾറെഡി 1 ആണെന്ന് ഡിഫൈൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. പ്ലസ് ഇതപ്പോൾ എത്ര എണ്ണം ഉണ്ട്? P1 മുതൽ PK വരെ ഉണ്ട്, അതായത് K ടൈംസ് ഉണ്ടല്ലേ. ഓക്കെ, അത് നമുക്ക് നോക്കാം. അപ്പോൾ ഇത് മ്യൂ ഓഫ് P1 പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തായിരിക്കും? മ്യൂ ഓഫ് P1 അതിൻ്റെ പവർ 1 ആണ് വരുന്നത്. അപ്പോൾ 1 ആണെങ്കിൽ അത് -1 എന്നാണ് വരുന്നത്. അടുത്തതും പവർ 1 ആണ്, അപ്പോൾ -1 പ്ലസ് എക്സെട്ര -1 അപ്പോൾ അത് K ടൈംസ് ഉണ്ട് കേട്ടോ. ഇത് K ടൈംസ് ഉണ്ട്. അതുപോലെ തന്നെ ഇതും ഇത് K ടൈംസ് ആയിരിക്കില്ല, കാരണം P1, P2, P1, P3 അത് തന്നെ K ടൈംസ് ഉണ്ട്. പിന്നെ P2, P3 അങ്ങനെ P2, P4 അങ്ങനെ ഇഷ്ടം പോലെ വരുന്നുണ്ട്. അത് നമുക്ക് നോക്കാം. അപ്പോൾ ഇതെന്തായിരിക്കും? P1, P2 അവിടെ രണ്ട് പ്രൈം നമ്പേഴ്സിൻ്റെ പ്രൊഡക്റ്റായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ A1 A2 ഉണ്ട്. അപ്പോൾ നമുക്കത് -1 സ്ക്വയർ എന്നായിരിക്കും വരുന്നത്. അടുത്തും -1 സ്ക്വയർ പ്ലസ് എക്സെട്ര -1 സ്ക്വയർ. അതങ്ങനെ പോവും. അപ്പോൾ അതുപോലെ ഇതെല്ലാം അങ്ങനെ പോവും. ഓക്കെ, ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 1. ഇതപ്പോൾ എന്താ? -1 ഇത് എന്ത് വരും? -1 ഇൻറ്റു KC1 എന്ന് കൊടുക്കാം. KC1 എന്ന് പറഞ്ഞാൽ എന്താ? K ഫാക്ടോറിയൽ ഡിവൈഡ് ബൈ K - R ഫാക്ടോറിയൽ ഇൻറ്റു R ഫാക്ടോറിയൽ എന്നാണ് വരുന്നത് നമ്മുടെ കോമ്പിനേഷൻ പ്രകാരം. അതായത് K തന്നെ വരും. അതായത് ഇത് K ടൈംസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് അതിനെ KC1 എന്ന് എഴുതാം അല്ലേ. ഓക്കെ, ഇത് പോസിറ്റീവ് ആട്ടോ വരുന്നത്. ഇവിടെ -1 ഓക്കെ -1 എന്നാണ് വന്നേക്കുന്നത്. അപ്പോൾ അതുപോലെ അടുത്തതാണെങ്കിൽ -1 സ്ക്വയർ അല്ല വന്നേക്കുന്നത്. അത് KC2 എന്നെഴുതാം. കാരണം ഇത് KC2 ടൈംസ് ഉണ്ട് ഈ -1 സ്ക്വയർ എന്ന് പറഞ്ഞിരിക്കുന്നത്. പ്ലസ് എക്സെട്ര എന്ന് പറഞ്ഞങ്ങ് പോകും. അടുത്തത് ഈ പറഞ്ഞ പോലെ -1 ഇതിപ്പം എത്ര ഇതുണ്ടോ, ഇപ്പം 1, 2 വന്നു, 1 വന്നു, 2 വന്നു, അതങ്ങനെ പോവും. -1 അപ്പം ഇവിടെ n ടൈംസ് ഉണ്ടെങ്കിൽ -1 n എന്ന് വരും. K ടൈംസ് ഉണ്ടെങ്കിൽ -1 K എന്ന് പറഞ്ഞുകൊണ്ട് വരും. ഓക്കെ, -1 K ഇൻറ്റു KCK എന്ന് പറഞ്ഞിട്ടായിരിക്കും വരുന്നത്. അപ്പോൾ ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ശരിക്കും എന്താ? ഇതിന് നമുക്ക് 1 മൈനസ് അല്ലെങ്കിൽ 1 പ്ലസ് -1 ദ ഹോൾ റേസ് ടു K, ഇതിൻ്റെ എക്സ്പാൻഷൻ അല്ലേ ഇത്. A + B ഹോൾ റേസ് ടു N ഈസ് NC1 A റേസ് ടു ഇത് അല്ലേ.
അതിൻ്റെ എക്സ്പാൻഷനാണിത്. അപ്പോൾ ഈ 1 - 1 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 0 ആയിപ്പോവും. അതായത് ഇതിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 0 ആണ്. അതായത് സിഗ്മ ഡി ഡിവൈഡ്സ് എൻ മ്യൂ ഓഫ് ഡി എന്ന് പറയുന്നത് 0 ആണെന്ന് കിട്ടി വെൻ n ഗ്രേറ്റർ ദാൻ 1 വന്നു കഴിഞ്ഞപ്പോൾ. അപ്പോൾ ഇതാണ് അതിൻ്റെ പ്രൂഫായിട്ട് വരുന്നത്. അപ്പോൾ അത് 0⁻k എന്ന് പറഞ്ഞ രീതിയിലാണ് വരുന്നത്. 0⁻k എന്ന് പറയുന്നത് 0 തന്നെ ആണ്. ഇനി ഇതിൻ്റെ RHS ഒന്ന് നോക്കുക. ഇതിൻ്റെ RHS പറയുന്നത് എന്താണ്? ഈ തിയറത്തിൻ്റെ RHS പറയുന്നത് വിച്ച് ഈസ് ഈക്വൽ ടു RHS എന്ന് എടുത്ത് നോക്കാം. RHS എന്ന് പറയുന്നത് ഈക്വൽ ടു ഗ്രേറ്റസ്റ്റ് ഇൻറ്റിജർ 1/n എന്നാണ്. പക്ഷേ ഇവിടെ പറഞ്ഞിട്ടുണ്ട് n എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ 1 ആണെന്ന്. n ഗ്രേറ്റർ ദാൻ 1 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നെക്സ്റ്റ് പോസിബിൾ വാല്യൂ എന്ന് പറയുന്നത് n-ന് 2 കൊടുക്കുക എന്നുള്ളതാണ്. ഗ്രേറ്റസ്റ്റ് ഇൻറ്റിജർ 1/2 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്ത് വരും? 1/2 എന്ന് പറഞ്ഞാൽ 0.5 ആണ് വരുന്നത്. അപ്പം 0.5-ന് തൊട്ട് താഴെയുള്ള ഇൻറ്റിജർ ഏതാണെന്നുള്ളതാണ്. അതേതായിരിക്കും? 1/2-ന് തൊട്ട് താഴെയുള്ള ഇൻറ്റിജർ അത് 0 അല്ലേ? ഇനി n-ന് 3 കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഗ്രേറ്റസ്റ്റ് ഇൻറ്റിജർ 1/3 എന്നാണ് വരുന്നത്. 1/3ക്ക് തൊട്ട് താഴെ വരുന്ന ഇൻറ്റിജർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 0 അല്ലേ? അതുപോലെ ഇപ്പോൾ n-ന് 4 കൊടുത്താലും 5 കൊടുത്താലും 6 കൊടുത്താലും ഇപ്പോൾ 100 കൊടുത്താലും 1/100-ന് തൊട്ട് താഴെയുള്ള ഇൻറ്റിജർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് 0 ആയിരിക്കില്ലേ? അതായത് ഈ പറയുന്ന തിയറം പ്രൂവ് ചെയ്തു. ഫോർ n ഗ്രേറ്റർ ദാൻ 1 ആണെങ്കിൽ ഈ പറഞ്ഞ പോലെ സിഗ്മ ഡി ഡിവൈഡ്സ് n മ്യൂ ഓഫ് ഡി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഗ്രേറ്റസ്റ്റ് ഇൻറ്റിജർ 1/n ആണ്, വിച്ച് ഈസ് ഈക്വൽ ടു 1 if n ഈക്വൽ ടു 1 ആൻഡ് 0 if n ഗ്രേറ്റർ ദാൻ 1. അപ്പോൾ ഇത് ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സംഭവമാണ്. അപ്പോൾ ഒന്ന് നിങ്ങൾക്കെല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇനി വേറെ ഏതെങ്കിലും പ്രൂഫ് ആവശ്യമുണ്ടെങ്കിൽ പറഞ്ഞാൽ മതി. നെക്സ്റ്റ് വീഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഓക്കെ, താങ്ക് യു.